ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ പൂക്കുറ്റിയണ്ണൻ്റെയും സജനത്താത്തയുടെയൊക്കെ ഈ ഒരു യൂണിവേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കാനിടയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇത് കഴിഞ്ഞിട്ട് ദിയാസനയുടെ അമ്മായിയമ്മയുടെ ഒരു ഇന്റർവ്യൂ കൂടെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇനി ഇരുന്നൊന്ന് കാണണം എന്നുള്ളത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കുന്ന ഒരു സാധനം വെച്ചാൽ തനി അമ്മായിയമ്മ പോര്, അല്ലെങ്കിൽ തനി നാത്തും പോര്. ലിറ്ററലി ഞാൻ കണ്ടേക്കുന്ന ഒരു സാധനം അതായിരുന്നു. പല കണ്ണീർ സീരിയലുകളെ പോലും തോപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രാമയായിരുന്നു ഞാൻ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. ഷെഫീന ബീവിയുടെ ചാനലിനകത്തായിരുന്നു ആ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്. അത് പൂക്കുറ്റിയണ്ണൻ്റെ സജനത്താത്തയുടെ ഒക്കെ ഒരു ഫണ്ടിങ്ങോട് കൂടി തന്നെ വന്നേക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ദിയാസന പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിലോട്ടൊക്കെ വരാം. അതിനു മുന്നേ ദിയാസന റീസെന്റ് ഇട്ടേക്കുന്ന ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ റസൂൽ പൂക്കുറ്റിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടേക്കണെയാണ്. അവൾ വീട്ടിലേക്ക് വരാൻ നിൽക്കുക. ഷാദി ഈസ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ഷീ സെഡ് ഷീ വിൽ കിൽ ദ കിഡ്സ് ആൻഡ് ഡൈ. ഷാദി എന്നുള്ളത് ഞാൻ വേറെ എന്തൊക്കെയാണ് വായിച്ചത്. പിന്നെ കുറേ നേരം ഇരുന്ന് ചിരിച്ചു. പിന്നെയാണ് മനസ്സിലായത് പുള്ളിക്കാരൻ്റെ വൈഫിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ തൻ്റെ വൈഫായിട്ടുള്ള ആ ഒരു ഷാദി പുള്ളിക്കാരി കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആണ്. താൻ തൻ്റെ മക്കളെ ഇല്ലാണ്ടാക്കി താൻ സ്വയം ജീവനെടുക്കുക എന്നുള്ളൊരവസ്ഥയിലോട്ട് പുള്ളിക്കാരി എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാണ്? സജന പുള്ളിക്കാരിനെ മാറ്റിയേക്ക്. ആ ലേഡിക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആരുടെ അടുത്താണ്, അല്ലെങ്കിൽ ആ മക്കൾക്ക് കമ്മിറ്റ്മെന്റ് ഉള്ള ആരുടെ അടുത്താണ്? പൂക്കുറ്റിയണ്ണൻ്റെ അടുത്തല്ലേ? അങ്ങനെയുള്ളപ്പോൾ പൂക്കുറ്റിയണ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലേഡീനെ മറന്നുകൊണ്ട് ഇത്തരത്തിലൊരു പല തേൻ കുടിക്കുന്നോ പറക്കുന്നോ പരാഗണമായിട്ട് നാട് മൊത്തം കയറി നടക്കണം നമ്മുടെ പൂക്കുറ്റിയാണ്. ആ കൂട്ടത്തിൽ സജനത്താത്ത എടുത്തു പോയിട്ടൊന്ന് പെട്ടുപോയി ലോക്കായി. സജനത്താത്ത നാട് മൊത്തം വിളിച്ചു പറഞ്ഞത് മൊത്തത്തിൽ നാറ്റ് കേസാക്കി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൂക്കുറ്റിയണ്ണനാണ് ആ ഒരു ലേഡിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്തം. അത് കഴിഞ്ഞാൽ സജനത്താത്ത വരുന്നുള്ളൂ. ഓക്കെ, സജനത്താത്ത കുറെ എണ്ണത്തിനെ പറ്റിച്ച് കിടപ്പുണ്ട്. അത് വേറൊരു വഴിക്ക് ഒരു മര്യാദയൊക്കെ കാണിക്കട്ടെ. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ദിയാസന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. അതായത് ഈ സജനത്താത്ത പറഞ്ഞല്ലോ, ഫെബ്രുവരി 15-ാം തീയതി 15-നും 12-നും 12:30-ക്കും ഇടയ്ക്ക് ശുഭമുഹൂർത്തത്തിലാണ് ഇത്തരത്തിൽ ദിയാസന ഇത് വലിച്ചു കയറ്റിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അന്നേ ദിവസം എവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു, നമുക്ക് കാണാം. ഹായ് എവ്രിവൺ, ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജന അറിയില്ല എന്ന് പറയരുത്, സജനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജന ഇവിടെ വന്നിട്ടുണ്ട്, സജനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാർ നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 2-ാം തീയതി ദിയാസന എവിടെ പോയേക്കായിരുന്നു? പരപ്പള്ളി ധ്യാനം കൂടാൻ പോയതാ എന്ന് പറയുന്നത് പോലെ ഫെബ്രുവരി 15-ാം തീയതി 12-നും 1 മണിക്കും ഇടയ്ക്ക് ദിയാസന എവിടെ പോയതായിരുന്നു? അപ്പം ആ തെളിവുമായിട്ടാണ് സുഹൃത്തുക്കളെ ദിയാസന എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം എവിടെ പോയതാണെന്ന്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ നമ്മുടെ സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജന എന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ദിയാസനയുടെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിയാസന ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്ത് മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹ വാർഷികമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം തീയതി 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേ ദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഇതിനകത്തില്ലേ, എനിക്ക് കണ്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നിയിരിക്കുന്ന ഒരു സംഭവമാണ്. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് തിരുത്തി തരിക കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ലിസ്റ്റ് ഇവിടെ, അതായത് ഈ ഒരു ബുക്കിൽ എഴുതിയേക്കുന്നതിൽ ബാക്കിയുള്ള ആൾക്കാരുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് ഇപ്പം ഈ ഒരു സംഭവം നടന്നിട്ട് എത്ര ദിവസമായി? ഫെബ്രുവരി മാസം 15-ാം തീയതി നടന്നേക്കുന്ന സംഭവമാണ്. ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ഇതിപ്പോൾ ജൂണായി. 4 മാസങ്ങൾക്ക് ഇപ്പുറമാണ്.
അപ്പോൾ ഈ 4 മാസങ്ങൾക്ക് മുന്നേ ഫെബ്രുവരി മാസം 15-ാം തീയതി പുള്ളിക്കാരി അവിടെ വന്നിട്ട് എറണാകുളം പോകാനുണ്ട് എന്ന് പറഞ്ഞ സംഭവം വരെ പുള്ളി അവിടെ ഓർത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ആയിക്കോട്ടെ. അപ്പോഴും ഈ ഒരു എഴുതി വെച്ചേക്കുന്ന ഇതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നീലമഷിക്കകത്താണ് എഴുതിയേക്കുന്നത്. ദിയാസനയുടെ മാത്രം വന്നേ 15-ാം തീയതി വന്നേക്കുന്നത് ഈ ഒരു ഡേറ്റിലാണ്, ഐ മീൻ ബ്ലാക്ക് മഷിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ ഈ ചില നീലമഷിയും കൊണ്ടൊക്കെ എഴുതുമ്പോഴത്തേക്കിന് ഈ വെട്ടത്തിൻ്റെയും ക്യാമറ ആംഗിളിൻ്റെ ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ കറുപ്പായിട്ട് നമുക്ക് തോന്നാം. ഇനി അങ്ങനെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പം ബ്ലാക്ക് മഷിയിലാണ് തോന്നിയിരിക്കുന്നത്. ഇത് ഞാനിവിടെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഈ ഒരു അതായത് ഈ 14-ാം തീയതി ഡേറ്റ് എഴുതിയേക്കുന്നുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ട് 2 ലൈൻ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് കിടപ്പുണ്ട്. വേണമെങ്കിൽ നമുക്കവിടെ എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ 14-ാം തീയതി ഉള്ളത് ഏതോ മീരയുടെ ചേച്ചി മീനാക്ഷി എന്തോ സംതിങ് ആണ്, മീരയുടെ ചേച്ചി കാണാൻ വന്നിരിക്കുന്നൊരു സംഭവം പറയുന്നുണ്ട്. പക്ഷെ അവിടെ ടൈം കൊടുക്കുന്നില്ല എത്ര മണി ടു എത്ര മണിയാണെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 15-ാം തീയതി ഇത്തരത്തിൽ ദിയാസനയോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ കോമള എന്തോ സംതിങ് പേരുള്ള ഏതോ ഒരാളുടെ കൃത്യമായിട്ട് വായിക്കാൻ പറ്റണില്ല. അപ്പോൾ മറ്റൊരാളും കൂടി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വന്നേക്കുന്ന ആളുടെയും ഇത്തരത്തിൽ ടൈമോ കാര്യങ്ങളോ എഴുതിയിട്ടില്ല. പക്ഷെ ദിയാസനയുടെ ഈ ഒരു സംഭവത്തിൽ മാത്രം 11:30 AM to 1:20 AM എന്നുള്ളത് ടൈം അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഇതുപോലെ റിലേറ്റീവ്സ് വരുമ്പോൾ ചിലപ്പം ഇങ്ങനെ ടൈമിംഗ് എഴുതാതെ പുറത്തുനിന്ന് ഒരു വിസിറ്റർ വരുമ്പോൾ ഇങ്ങനെ ടൈമിംഗ് എഴുതുന്നതാണോ അങ്ങനത്തെ ഉള്ളതാണോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. എന്നാണെങ്കിലും ഈ ബ്ലാക്ക് മഷിയുടെ ഒരു കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 15-ാം തീയതി തന്നെ ഇത്തരത്തിൽ എഴുതിയേക്കുന്ന ഇതിനകത്ത് ബ്ലൂ മഷിയിലാണ് എഴുതിയേക്കുന്നത്. എന്നാൽ അന്നേ ദിവസം തന്നെ വന്നേക്കുന്ന ദിയാസനയുടെ കറുത്ത മഷിയിലാണ് എഴുതിയേക്കുന്നത്. അത് പിന്നെ എന്തുകൊണ്ട് കറുത്ത മഷിയിൽ വേണമെങ്കിൽ എഴുതിയെന്ന് പറഞ്ഞത് അവിടെ 2 പേരയില്ലേ, കറുപ്പും നീല ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ കണ്ടപ്പോഴത്തേക്കിനെ ഈ ടൈം എഴുതിയതും മുകളിലത്തെ ഒരു ഗ്യാപ്പ് നോക്കിയപ്പോഴും വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന സംഭവം അങ്ങനത്തെ ഒക്കെ ഇതുണ്ട്. സംഭവം മൊത്തത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സജിന താത്തയുടെ ആണെങ്കിലും പൂക്കുറ്റണ്ണൻ്റെ ആണെങ്കിലും ദേശന്റെ ഇവിടെ എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു കൺഫ്യൂഷൻ തോന്നി, ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. മണിയോടുകൂടി പോയി എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അത് എന്ത് ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഇവര് സ്പെൻഡ് ചെയ്തിട്ടേ പോകാറില്ല. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവർ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അത് അന്നേ ദിവസം പുള്ളിക്കാരിക്ക് എറണാകുളത്തോ മറ്റെന്തോ പോകാനുണ്ടായിരുന്നു. അപ്പൊ ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി ഉള്ളത് ഇത്രയും മാസങ്ങൾക്ക് ഇപ്പുറവും ആ ഒരു വ്യക്തിയെ ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംതിങ് ഫിഷി എന്ന് എനിക്ക് തോന്നി. മറ്റാണെങ്കിൽ നമുക്ക് ബാക്കിയേക്കാം. വന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ. 1-ാം തീയതി അല്ല, സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോൾ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ പറയുന്നത് വെച്ചാൽ പുള്ളിക്കാരി ഇത്തരത്തിൽ ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യൂല, 10,000 രൂപയോളം സംതിങ്ങോളം ആവുന്ന കേസാണെന്നൊക്കെ പറയുന്നത്. നമുക്കത് കറക്റ്റ് അറിയത്തില്ല ടെസ്റ്റ് ചെയ്യാൻ എത്ര ആവും എന്നുള്ളത്. അപ്പോൾ ഇത്ര സംതിങ് ആവും. പിന്നെ അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്താലും പൂക്കുറ്റിയണ്ണൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും തിരിമറികൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള സീന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് സജനത്താത്ത ഇത് ടെസ്റ്റ് ചെയ്യും, എന്നെ അറസ്റ്റ് ചെയ്യൂ, മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കണ്ടില്ലേ. ഇപ്പോൾ അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ് ഈ വീഡിയോ ഇട്ടങ്ങോട്ട് കഴിയുമ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇത്ര ദിവസമായിട്ട് പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. പുള്ളിക്കാരി ടെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്.
ആ പറഞ്ഞതിലൊരു ന്യായമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൂക്കുറ്റിയാണ്ടനെ സജനത്താത്തയുടെ മറ്റു പല അവീതങ്ങൾ ഇതൊക്കെ വന്നിട്ട് പുറത്ത് എക്സ്പോസ്ഡ് ആയപ്പോഴത്തേക്കിന് ഫിറോസ് ഖാൻ വന്ന് കൊണ്ടിട്ടപ്പോഴത്തേക്കിന് പുള്ളിക്കാരി തൊട്ടിപ്പുറത്ത് ഫിറോസ് ഖാൻ ഇട്ട് കൊടുക്കാനെ കൊണ്ട് ആദ്യം ശ്രമിച്ചിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഈ ഫിറോസ് ഖാൻ മറ്റേ 17 വയസ്സുള്ള പെൺകുട്ടിയുടെ ആ ഒരു സംഭവം എന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വരെ റിവീൽ ചെയ്തുകൊണ്ട് ഇട്ടേക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കാര്യങ്ങളൊക്കെ അതിന് ഇവർ ഫാബ്രിക്കേറ്റ് ചെയ്താണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ശ്രമിച്ചു. സംഭവം അവിടുന്ന് പുള്ളിക്കാരിയുടെ സാധനം അങ്ങോട്ട് മെനയാവുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കിന് ഇതിന് മുന്നേ തന്നെ ഇവരുടെ വിഷയങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെയാണെങ്കിൽ ആ പൂക്കുറ്റണ്ണായിട്ടൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇട്ട സമയത്തേക്കിന് ദിയാസന ഇത്തരത്തിൽ സജനത്താത്തയുടെ പേര് പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അക്കൗണ്ട് ഹാക്കായി പോയതാണ്, അങ്ങനെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ മൂഡ് പറഞ്ഞൊരു സാധനം പുള്ളിക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നു. അപ്പൊ അന്ന് അങ്ങനെ ഒരു സംഭവം ഇടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. എന്തിനേറെ പറയുന്നു. റോഷിനി പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് എവിടേക്കോ വന്ന് ഇങ്ങനെ കണക്കായി പോകുന്നുള്ളൊരു കമന്റ് ഇട്ടതിന്റെ പേരിലാണ് പുള്ളിക്കാരിനെ വിളിച്ചിട്ട് പുള്ളിക്കാരിനെ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള 500 ദർഹത്തിന് വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള വലിയൊരു അലിഗേഷൻ വരെ ഇവർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ തെളിവ് സഹിതം തൊട്ടിപ്പുറത്ത് ആ റോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് ആ ഒരു സാധനം ഒന്നും മറക്കാനൊക്കെ ഉണ്ട്. ഇത് പൂക്കുറ്റിയണ്ണന്റെ ഇവരുടെ മറ്റേ കഥകളൊക്കെ മറക്കാനൊക്കെ ഉണ്ട്. നേരെ ദിയാസനയുടെ മണ്ടയ്ക്ക് ഇത് നേരെ കൊണ്ടിട്ടേക്കുന്ന ഒരു സംഭവമായിട്ടും നമുക്ക് അതിനെ കണക്കാക്കാം. ഏതൊക്കെ രീതിയിൽ പുള്ളിക്കാരി വഴിതിരിച്ച് തരാൻ നോക്കിയിട്ടുണ്ടോ അതൊക്കെ പുള്ളിക്കാരി നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ദിയാസനയുടെ അമ്മായിയമ്മയുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നത്, അമ്മായിയമ്മയുടെ നാത്തൂന്റെ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഷെഫീന ബീവിയുടെ ചാനലിനകത്താണ്. എല്ലാം കൂടെ ഒന്നും ഞാൻ എടുത്ത് വെക്കുന്നില്ല. 2 പോർഷൻസ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും താനി അമ്മായിയമ്മ ഇപ്പോൾ ഒരു മൂടൊരു സാധനമാണ്. പിന്നെ ഇറച്ചി വെട്ട്, ആഴ്ചയിൽ ഇറച്ചി വെട്ട്. എന്റെ വാപ്പ ഇപ്പൊ വികലാംഗനാണ്. ഇവിടെ അത് ഇവിടെ ഒറ്റ ഒരുത്തിന് തന്നെ വാപ്പ കാല് പോയി ഒറ്റ കാരണമായിട്ട് അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട എന്ത് ചെയ്തു ഇവിടെ കാരണം ഇവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആക്സിഡന്റ് കിട്ടില്ല. അപ്പൊ വണ്ടി ഇടിച്ചു ആവശ്യത്തിന് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അവർക്ക് കഴിക്കാൻ അവളെ കൊച്ചിന് കഴിക്കാൻ എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നന്ദി എന്ന് പറഞ്ഞ സാധനം നമുക്കില്ല. അവിടെ കണ്ടിട്ട് വന്നതിന് ശേഷം വാപ്പാക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് വാപ്പയുടെ കാല് മുറിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇവരുടെ വീട്ടിൽ എന്തൊരു സീനൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ദിയാസനെ കാണാനെ കൊണ്ട് ഇവരുടെ വാപ്പ പോയേക്കുന്ന ഒരു സീനാണ് പറയുന്നത്. വാപ്പ ദിയാസനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റ് എന്തോ പറ്റി. അതിന് ദിയാസന എന്നാ ചെയ്ത്? ദിയാസന അവിടുന്ന് മന്ത്രം ജപിച്ച് അങ്ങോട്ട് ഇട്ടോ. പോകുന്ന വഴിക്ക് ആക്സിഡന്റ് പറ്റാനെ കൊണ്ട് പുള്ളി പോകുന്ന വഴി നോർമലി ഇത്തരത്തിലൊരു ആക്സിഡന്റ് പറ്റി. അതിന് ദിയാസന എന്നാ പേടിച്ച് നേരെ പറയണ കണ്ടോ അവർക്ക് അതിന്റെ നന്ദി പോലും ഇല്ലെന്ന്. എടാ അതിനകത്ത് ഇപ്പൊ എന്നാ ചെയ്യാനാണ്? അങ്ങേര് നടന്നു പോയി വണ്ടി ഇടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ദിയാസന എന്നാ ചെയ്യും? ദിയാസന എന്നാ പേടിച്ച്? ഇത് തന്നെ മനസ്സിലാക്കാമല്ലോ. ചുമ്മാ അത് ഏറ്റവും കൊച്ച കള്ളി. അവൾ തനിയാണ് മാനസിക പ്രശ്നം. ഇതിനകത്ത് സജിനയുടെ പേര് ഇവിടെ നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ കേട്ടോ. സജിന അവക്കല്ല മാനസിക രോഗം, ദിയക്കാണ് മാനസിക രോഗം എന്നൊരു മൂഡിൽ പറയുന്നതാണ്. വലിയൊരു ഇന്റർവ്യൂ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയ ഭാഗം വെച്ചാണ്. അപ്പം ഇതിനകത്ത് സജിനയുടെ പേര് എടുത്തിട്ട് കണ്ടോ, സജിനയ്ക്കല്ല ദിയാസനയ്ക്കാണ് ഇതുപോലെ മാനസിക രോഗം എന്നൊരു രീതിയിൽ പറയുമ്പോഴത്തേക്കിന് ഓൾറെഡി കിട്ടിയൊരവസരം വെച്ചക്ക് ചാമ്പുമാണ് കൂട്ടത്തിൽ സജിനയുടെ പേര് പറഞ്ഞത്. അപ്പൊ ഈ സജിനത്താത്തയുടെ പേര് പറയുമ്പോഴത്തേക്കിന് അവർക്ക് മാനസിക രോഗം ഇല്ല എന്നുള്ള രീതിയിലോട്ട് ഇത് പറയേണ്ടുന്ന ഒരു ആവശ്യകത സജിനത്താത്തയുടെ വിഷയം ഇത് ഇവിടെ ഇവരായിട്ട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോഴാണ് ദിയാസന പറയുന്നത് ഇതിനകത്ത് ഫണ്ടിങ്, അതായത് സജിനത്താത്തയെ പൂക്കുറ്റിയണ്ണനെ എല്ലാവരോടെ ചേർത്ത് ഫണ്ട് ചെയ്ത് വന്നേക്കുന്ന ഒരു ഇന്റർവ്യൂ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ദിയാസന ഇട്ടേക്കുന്ന അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഹെഡ്സെറ്റ് വെക്കുന്നത് നല്ല രീതിയിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്ക് കേൾക്കാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൂൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു എന്താ പറയുക ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതിലൊരു കാര്യമുണ്ട്, ദിയാസനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അത്ര വലിയ മതിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊണ്ടുവന്നിട്ട് അമ്മായിയമ്മ വന്നിട്ട് ദിയാസനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ദിയാസനയ്ക്ക് എന്തെങ്കിലും പേരുദോഷം ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല. കാര്യം ഓൾറെഡി ദിയാസനയ്ക്ക് അങ്ങനെ വലിയ അടിപൊളിയാണ്, സൂപ്പറാണ്, കിടിലമാണെന്നുള്ള അത്ര വലിയ അടിപൊളി പേരൊന്നും സമൂഹത്തിലുണ്ടെന്നുള്ള എനിക്ക് തോന്നണില്ല കേട്ടോ. കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മായും എൻ്റെ മകനും എൻ്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ പോലും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിരുന്ന ആളിൻ്റെ ഫാമിലിയാണ്. ശരിക്കും ഈ നിമിഷം വരെ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും വേറെ വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പോൾ
എൻ്റെ ജീവിതം എൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിനും എൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലും ഞാൻ ജീവിക്കുന്നുണ്ട്. ഞാൻ അന്നെടുത്ത തികച്ചും നിർണായകമായിട്ടുള്ള തീരുമാനം എൻ്റെ കുടുംബത്തിൽ നിന്നും ഈ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോയ നിമിഷമായിരുന്നു. അതുകൊണ്ടിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റും, ഓരോ പെൺകുട്ടികളും ഗാർഹിക പീഡനം ഏറ്റുകൊണ്ട് ഒരിടത്തും അടങ്ങി നിൽക്കരുത് എന്നും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരണമെന്നും ഇതുപോലെയുള്ള കുടുംബങ്ങളുടെ അടുത്ത് ഒരു രീതിയിലും ഒരു പെൺകുട്ടികളെയും അയക്കരുത് എന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഇപ്പം ആ ഇന്റർവ്യൂ കണ്ടത് മുതൽ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ജീവിതം ഏത് രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും തന്നെ തരുന്നില്ല. എന്നെപ്പറ്റി പറയുന്ന അലിഗേഷൻസ്, ഞാൻ സിഗരറ്റ് വലിക്കുന്നു, അന്നേ ഞാൻ MDMA വിളിക്കുന്നു, കച്ചവടം, എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷൻ. അത് മാത്രമല്ലേ ഇതിനകത്ത് ഇവര് ഈ അമ്മായിമ്മയാണോ ഈ നാത്തൂനാണോ അറിയത്തില്ല, ഇവര് ഒരാൾ പറയുന്നുണ്ട്, അമ്മായിമ്മയാണെന്ന് തോന്നുന്നു. അതായത് ഇവര് ദിയാസന ആ സമയത്തൊക്കെ എൻ്റെ മോനുള്ളപ്പോ പോലും വേറെ ആൾക്കാരുമായിട്ടൊക്കെ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. ഫുൾ ടൈം ഫോൺ വിളിയാണെന്നേ, ഫുൾ ടൈം ഫോൺ വിളിയാ. അല്ല, അങ്ങനെ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ പ്രശ്നം എന്തോ, കാമുകനെയാണോ വിളിക്കണമെന്ന് നിർബന്ധമുണ്ടോ ഇതുപോലെ ഫോൺ വിളിച്ചെന്ന് പറയുമ്പോൾ? അങ്ങനെ മറ്റൊരാളെ മാറി ഒന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്നത് വേറെ ഏതാ അവൈതക്കാമുകനാണ്, ആ ഒരു മൂഡിലാണ് അവര് പറയുന്നത്. എന്തൊക്കെയാണ് ഇത് അവരൊരു. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു പെൺകുട്ടിക്ക് താമസിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൊറിബിൾ ആണ് കേട്ടോ. പ്രൊഫഷൻ വളരെ കൃത്യമായിട്ട് എൻ്റെ പ്രൊഫൈലിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്നെ അറിയുന്നവർ, ഞാൻ ചെയ്യുന്ന സ്ഥാപനം, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ, എല്ലാ ആളുകൾക്കും അത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരും വേവലാതിപ്പെടേണ്ട എൻ്റെ ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പണികളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയും വേണ്ട. നിങ്ങൾ ഏത് വഴിക്ക് വേണമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോളൂ. ഇല്ലീഗൽ എന്നുള്ള രീതിയിൽ ഒരിക്കലും എനിക്ക് ജീവിക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. കൂടി പോയി കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് ബാലൻസ് ഒരു 80,000 രൂപ അടുപ്പിച്ചുണ്ടാവും. അതിലപ്പുറത്തേക്ക് ഒരു രൂപ പോലും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരാം. ഓക്കെ, പക്ഷേ റസൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഷഫീന ബീവി നടത്തുന്ന നാടകത്തിൽ ഈ പറഞ്ഞ എൻ്റെ ഭർത്താവായിരുന്ന ആളുകളുടെ ഫാമിലിയും കാശ് വാങ്ങിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുള്ള തെളിവുകളും എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ കുറച്ചു നേരമായിട്ടൊന്ന് ഒതുങ്ങിയിരുന്നതാണ്. കാരണം ഇന്നലെ രാത്രിയിലാണ് ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോയുടെ പുറത്ത് ആകെ എന്താ പറയുക, അതിശയോക്തിയിൽ ആ വീഡിയോനെ നോക്കിക്കണ്ട ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ മകനാണ്. ഓക്കെ, അവന് ഇങ്ങനെ ഒരു കുടുംബത്തിനറിയില്ല, ഇങ്ങനെ ആളുകളറിയില്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഏതാണെന്ന് അവൻ അന്വേഷിച്ചിട്ടില്ല. കാരണം അവൻ്റെ പാരന്റിനെ നല്ല കൃത്യമായിട്ട് അറിയാം. അതൊരു ഇൻഡിപെൻഡന്റ് മദറാണെന്നും ഒറ്റയ്ക്കാണ് ആ കുട്ടിയെ വളർത്തിയെടുത്തുകൊണ്ട് വന്നതെന്നും വീട്ടിൽ 3 സ്ത്രീകളാണ് അതിനെ വളർത്തിയതെന്നുള്ളതിൻ്റെ ഉത്തമ ബോധം അതിനുള്ളിടത്തോളം കാലം അതൊരിക്കലും ഇത്തരം വിഷയങ്ങളെപ്പറ്റി ചോദിച്ചിട്ട് പോലുമില്ല. ഇത്തരത്തിൽ പൂക്കുറ്റിയണ്ണൻ്റെ നിന്നും സജന താത്തയുടെ കയ്യിൽ നിന്നൊക്കെ ഫണ്ട് വാങ്ങിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെ അതിൻ്റെ എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തോട്ട് വിടുക എന്നുള്ളത് തന്നെയാണ് കാര്യം. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അങ്ങനെ പൊട്ടന്മാരായി പോകരുതല്ലോ. കാര്യം നമ്മുടെ കൺമുന്നിൽ കാണുന്നത് ഇത്രയും ആൾക്കാരെ ഇപ്പോൾ ഓൾറെഡി സജനത്താത്ത ഇടുന്ന വീഡിയോസ് കാണുമ്പോൾ തന്നെ ചൂടുന്നതിന് മനസ്സിലാവും പുള്ളിക്കാരി കൂടെ പറയുന്ന മൊത്തം പച്ചക്കള്ളം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളോട് വരുമ്പോഴത്തേക്കിന് ഇത്തരത്തിൽ ഫണ്ട് ചെയ്തിട്ടാണ് വരുന്നത്, അങ്ങനത്തെ സംഭവമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തോട്ട് വിടുക. അങ്ങനെ ഉണ്ടെങ്കിൽ കാണുന്ന ആളുകൾക്ക് കൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. എന്നെ ഗാർഹികമായി പീഡിപ്പിച്ച് എൻ്റെ മുതലും സ്വത്തും ഒക്കെ തട്ടിയെടുത്ത് എൻ്റെ ജീവിതം വലിച്ചു കീറിയ ഒരു കുടുംബമാണ് വന്ന് പബ്ലിക്കിൽ വന്ന് ഘോര ഇരുന്ന് പ്രസംഗിക്കുന്നത്. അതിൽ എസ്പെഷ്യലി എൻ്റെ ഭർത്താവായിരുന്ന ആളിൻ്റെ സഹോദരി, അതായത് നാത്തൂൻ, അവളുടെ ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന് എൻ്റെ മുതൽ മുഴുവനും തിന്നു തീർത്തു. ഞാൻ അപ്പോഴും ഈ ഭർത്താവായിരുന്ന ആളിനെ പോലും കൂടുതൽ പറയില്ല. കാരണം അത് പറയുമ്പോൾ ഒരു കാര്യം ഉണ്ടട്ടെ, നമ്മുടെ ചുറ്റുപാടിൽ ഇത്തരത്തിൽ ഈ ഭർത്താവിൻ്റെ പെങ്ങളായിട്ടിരിക്കുന്ന ചില ടീംസ് ഉണ്ട്. എല്ലാവരും അല്ല കേട്ടോ, ചില ഇത് നമ്മൾ ചുറ്റുപാടും കണ്ടേക്കുന്ന ഒരു സംഭവമാണ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിലോട്ട് കയറിയിട്ട് ഒരാവശ്യമില്ലാതെ ഈ കുടുംബത്തിൽ കയറി കളിക്കും. കുടുംബത്തിൽ കയറിയിട്ട് ഈ പറയുന്ന സംഭവം ശരിയാണ്, ആളുടെ സഹോദരനാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ മറ്റൊരു പെണ്ണ് അവരുടെ ജീവിതത്തിലോട്ട് കടന്നിട്ട് അവരൊരു കുടുംബജീവിതം നയിക്കുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് കയറിയിട്ട് ഈ പറയുന്ന കയറി വരുന്ന പെണ്ണിൻ്റെ സ്വർണം കൊണ്ട് പിന്നീട് കല്യാണം നടത്തിയേക്കുന്ന കുറേ ടീംസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നിട്ടും ഈ കയറി വന്ന പെണ്ണിനെ ദ്രോഹിക്കുന്ന കുറച്ച് ടീംസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ അത്തരം സിറ്റുവേഷൻസിലൂടെ പോകുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്, അങ്ങനെ ചില പെങ്ങന്മാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ ആക്രമണം സഹിക്ക വയ്യാതെ എൻ്റെ ജീവിതം വഴിമുട്ടി ഞാൻ അതിൽ നിന്ന് കരക്കേറി വന്ന നിമിഷം ഇപ്പം ആലോചിക്കുമ്പോൾ പുറകിലേക്ക് എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഇവിടെ ഇരിക്കണമെന്നുള്ള ഒരു സമാധാനം എനിക്കുണ്ട്. പക്ഷേ എന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നത് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന സ്ത്രീയാണ്. ഇവൾ ഏത് കാട്ടുവാണമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഷഫീന ബീവി. ഞാൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നു. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ നീ ഒരു എന്തോ വലിയ തെറിയാന്ന് തോന്നുന്നു കേട്ടോ. അത് അത്രയും വലിയ ടീം. സാധാരണ ബീപ്പ് സൗണ്ട് ആണ്, ഇതിൽ അതിലും വലിയ എന്തോ സാധനം. അത് ഇത്രയും വലിയ കിടന്ന് അലക്കി വിളിക്കുന്ന സൗണ്ട്. നിനക്ക് ലൈഫിൽ ത്രട്ടണിങ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് നീ എന്നെ വിളിപ്പിക്കുക. അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ. ഞാൻ നിന്നെ ഒരുപാട് തപ്പി
നിന്നെ പോലത്തെ ഒരു സ്ത്രീയെ ഞാൻ വല്ലതും ചെയ്യുന്നത് കൊണ്ട് ഇവിടുത്തെ ഒരുപാട് സ്ത്രീകൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് വരെ ഉണ്ട്, നീ ആക്രമിക്കപ്പെട്ട സ്ത്രീകൾ എല്ലാവരും ചേർന്നിട്ടുള്ളത്. നിന്നെപ്പോലൊരു കാട്ടുവാണം, നിന്റെ ഫുൾ ഡീറ്റെയിൽ എവറി ഡേ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ. ഓക്കെ, നീ എൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് താണ്ട ആ ടീമുകൾ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇരിക്കണമെന്നുള്ളത് നീ മനസ്സിലാക്കി തന്നു. അതുകൊണ്ടിട്ട് ഞാനതിൽ ഓക്കെയാണ്. അതൊക്കെ ഞാൻ വഴിയെ നോക്കിക്കോളാം. കാരണം നിയമപരമായിട്ട് ഓൾറെഡി കേസ് നിലനിൽക്കുകയാണ്. എന്നെ പറ്റിയിട്ടുള്ള ഇത്തരം വൃത്തികെട്ട അലിഗേഷൻസുകൾ പബ്ലിക്കിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ തിരിച്ചു മറിച്ചാണ് അവരവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന ദിയാസന അല്ല അന്നുണ്ടായിരുന്ന ദിയാസന വളരെ പാവമായിട്ടുള്ള കാമായിട്ടുള്ള ഒരു കുടുംബത്തിനകത്ത് ആ അണ്ടറിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ എന്താ കരുതിയത്? രേണു സുധിയെ പോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചു, അതുപോലെ നിങ്ങൾ പല സ്ത്രീകളെ ആക്രമിച്ചു, നിന്നെ ഒരു ചുക്കും ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? ദിയാസനയ്ക്ക് നിന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. നീ എവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറ, ഞാൻ നിന്റെ അടുത്ത് വരാം. കാരണം എന്താണെന്നറിയോ, എനിക്ക് നിന്നെ ഒന്ന് കാണണോടി ഷഫീന ബീവി. ഒരു കാട്ടുമുറി എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നെ എനിക്ക് മാത്രമല്ല, നീ ഞാൻ പറയുന്നിടത്ത് വരികയോ നീ ഉള്ളിടത്തേക്ക് എന്നെ വിളിക്കുകയോ ചെയ്യടി, ഞാൻ വരാം. അവൾക്കുള്ള ഒരു വീഡിയോ ആണിത്. കാരണം കുറേ അധികം ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ചേച്ചി പ്രതികരിക്കാത്ത, അത്രമാത്രം വൃത്തികേടാ പറയുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ആ കാട്ടുമോറിയെ വെല്ലുവിളിക്കുന്നത് ഈ രീതിയിലാണ്. എങ്ങനെയെങ്കിലും ഇവളുടെ അടുത്തേക്ക് എത്തി ഇവളെ ഒറ്റ ആഗ്രഹമേ എനിക്കിപ്പം എൻ്റെ ഹൃദയത്തിലുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ സജിനയും റസൽ പൂക്കുട്ടിയും അവളെ ഇറക്കി കളിക്കുന്ന കളിയിൽ ആദ്യം ഞാൻ അവളെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ പതിയെ ബാക്കി വരാം. പിന്നെ റസൽ പൂക്കുട്ടിയും സജിനയുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റോറികളായിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ശരി. യൂണിവേഴ്സ് പിന്നെ ഡൈവേർട്ടായിട്ട് പോവുകയാണല്ലോ. ഇതിനിങ്ങനെ കിടന്ന് കറങ്ങും. ഇത് സജിന താത്ത അല്ല, ഫസ്റ്റ് തുടങ്ങിയത് നമ്മുടെ ഫിറോസ് ഖാനിൽ തുടങ്ങി. പിന്നീട് പൂക്കുറ്റിയണ്ണൻ, സജിന താത്ത, ഇവർക്കിടയിൽ ഒരു ട്രയാങ്കിൾ ലൂപ്പിലായിട്ട് വന്നു. അതിന് തൊട്ടു പുറകെ സജിന താത്തയ്ക്ക് വേറെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ ഏതൊക്കെയോ ലൂപ്പിൽ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ സജിന താത്ത എന്ന് പറയുന്നത് ഇവരെ ദുബായി പോയിട്ട് വേറെ ആരെയൊക്കെ എന്തൊക്കെയോ ചെയ്യാനെ കൊണ്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ദിയാസന, റോഷിനി, ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഇത് ഇങ്ങനല്ല അങ്ങനെയാണെന്ന് പറഞ്ഞ് പിന്നെ എക്സ്പാൻഡ് ആയി പോകുന്നു. അത് കഴിഞ്ഞിട്ട് പൂക്കുറ്റിയണ്ണനും വേറെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പൂക്കുറ്റിയണ്ണനും ഈ സജിന താത്തയും കൂടി ഇല്ലീഗൽ പരിപാടികൾ ചെയ്യുന്നു പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഷെഫീന ബീവി, ദിയാസന തമ്മിലുള്ള പോര് വേറൊരു സൈഡിൽ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ ദിയാസനയുടെ അമ്മായിയമ്മ കയറി വരുന്നു. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സ് ആണ് ഗൈസ്. എന്തുവാ ഇത് എന്നാണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ള തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം ശരി ബൈ.